നമസ്കാരം. നമസ്കാരം. ഖണ്ഡേത്കറുടെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, ഉദയസൂര്യനെതിരെ എന്നാണ് ആ നോവലിൻ്റെ പേര്. ജന്മി പ്രബുദ്ധ ആ ഒരു പോരാട്ടത്തിന് എതിരെ, അല്ലെങ്കിൽ അവരുടെ പ്രഭുത്വത്തിനെതിരെ കുടിയാന്മാരുടെ പോരാട്ടമാണ് അതിലെ പ്രതിപാദ്യ വിഷയം. ഈ പുസ്തകം എനിക്കിപ്പോൾ ഓർമ്മ വരാൻ കാരണം, ഉദയസൂര്യനെതിരെ എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ CPM-നെതിരെ ഇപ്പോൾ പരസ്യമായി തന്നെ CPM വിമതന്മാർ ഉയർന്നു വന്നിരിക്കുന്നു. അതിൽ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ്റെ ഭാര്യയായ PK ശ്യാമള മത്സരിച്ച മണ്ഡലത്തിൽ CPM-ൽ 60 വർഷത്തെ പാരമ്പര്യമുള്ള TK ഗോവിന്ദൻ തന്നെ റിബൽ സ്ഥാനാർത്ഥിയായി, CPM-ന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അപ്പുറത്ത് പയ്യന്നൂരിൽ P കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. കണ്ണൂരിൽ ഇത് അസംഭവ്യമായ കാര്യമായിരുന്നു. ഒരു 5 വർഷം വരെ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യമായിരുന്നില്ല. ഉദയസൂര്യനെതിരെ എന്ന നോവൽ ഖണ്ഡേത്കർ എഴുതിയതുപോലെ കണ്ണൂരിൽ CPM-നെതിരെയും പിണറായി വിജയനെതിരെയും തന്നെയാണ് ഇപ്പോൾ അസംതൃപ്തരായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കൊടിയുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യയ്ക്കെതിരെ, PK ശ്യാമളയ്ക്കെതിരെ, കുടുംബവാഴ്ചയ്ക്കെതിരെ TK ഗോവിന്ദൻ രംഗത്ത് വരുമ്പോൾ TK ഗോവിന്ദന് പിന്നിൽ ജയരാജത്രയങ്ങളടക്കമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതെന്ത് തന്നെയായാലും അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഇപ്പോൾ വീണ്ടും ഉദയസൂര്യനെതിരെ എന്ന പോലെ തന്നെ പിണറായി വിജയനും CPM-നും എതിരെ തളിപ്പറമ്പിലെമ്പാടും വലിയ വലിയ ഫ്ലക്സുകൾ ഉയർന്നിരിക്കുന്നു. നിയുക്ത MLA ആയ TK ഗോവിന്ദന് അഭിവാദ്യങ്ങൾ എന്നാണ് ആ ഫ്ലക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ കണ്ണൂരുമായി കോഴിക്കോടുമായും എല്ലാം വളരെ അടുത്ത ബന്ധമുള്ള സൗഹൃദങ്ങളുള്ള ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എന്താണ് സാറിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതായത് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത് ഒരു പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമല്ല. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ ഭരണം വന്ന മുതൽക്ക് തന്നെ, 2021 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന മുതൽക്ക് തന്നെ കണ്ണൂരിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, EP ജയരാജനെ പോലെയുള്ള പ്രമുഖരായ സ്ഥാനാർത്ഥികളെല്ലാം വെട്ടിമാറ്റി പിണറായി വിജയന് നേരെ നാളെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മരുമകൻ്റെ മന്ത്രിസ്ഥാനത്തേക്കോ ഉള്ള ചോദ്യം ചെയ്യപ്പെടുന്ന നേതാക്കന്മാരെ എല്ലാം വെട്ടിമാറ്റി അദ്ദേഹം സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥിയായി വിജയിച്ച അല്ലെങ്കിൽ 2021 ഇലക്ഷനിൽ വിജയിക്കുന്നതിന് അടിത്തറ ഇട്ട് കൊടുത്ത ശൈല ടീച്ചറെ അടക്കം മന്ത്രിസ്ഥാനം കൊടുക്കാതെ മാറ്റി നിർത്തി. മറ്റുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വമാണ് കൊടുക്കാതിരുന്നെങ്കിൽ 2021 ഭരണത്തിന് നേട്ടമുണ്ടാക്കി കൊടുത്ത, അതായത് 2021 വിജയിക്കുന്നതിന് സാഹചര്യം ഒരുക്കി കൊടുത്ത ആരോഗ്യമന്ത്രിയായ KK ശൈലജ, അവർ 60,000 വോട്ടിനാണ് മട്ടന്നൂരിൽ ജയിച്ചത്. 50,000 വോട്ടിന്, അതായത് 10,000 വോട്ട് കുറവിന് വിജയിച്ച പിണറായി വിജയന് അത് സഹിക്കാവുന്ന കാര്യമല്ല ആയിരുന്നു. ഭൂരിപക്ഷത്തിൽ 10,000 വോട്ടിന്റെ കുറവ്, അത് 10,000 വോട്ട് തന്നെക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ അധികം ജനപിന്തുണ ശൈലജയ്ക്കുണ്ടായി എന്നുള്ള അതേ നിഗമനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, മന്ത്രിസ്ഥാനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ പ്രഖ്യാപിക്കാൻ അല്ലെ ചർച്ച ചെയ്യാന്നുള്ള പേരിൽ അദ്ദേഹം കൊടുത്ത ലിസ്റ്റ് വന്നപ്പം ശൈല ടീച്ചറെ വെട്ടിമാറ്റി പിണറായി വിജയന് കുഴലൂത്ത് നടത്തുന്ന പ്രകൃതിച്ച വലിയ ആളാണെന്ന് പറയാൻ, അങ്ങനെ ലോകത്തിലെ ഏറ്റവും മഹാനാണെന്ന് പറഞ്ഞു നടന്ന നമ്മുടെ വീണ ജോർജിനെ ആരോഗ്യമന്ത്രി സ്ഥാനം കൊടുത്തു. ഈ കപ്പൽ അടിയുലയില്ല, കപ്പിത്താനുണ്ടെന്ന് നാഴിക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞ്. അതെ, കപ്പൽ ഉലയില്ല സാർ, ഇതിന്റെ കപ്പിത്താൻ ആരാണ്? പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ് അവര് നിയമസഭയിൽ പ്രസംഗിച്ച കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ വെട്ടിമാറ്റിയത് ആരെയാണ്? ആരോഗ്യ മേഖലയെ ശക്തമാക്കി ചലിപ്പിച്ച് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ജനപിന്തുണ ഉണ്ടാക്കിയെടുത്ത ശൈല ടീച്ചറെയാണ്. സാറേ, അവിടെ ഒന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ തളിപ്പറമ്പ് അല്ലെങ്കിൽ കണ്ണൂർ ഒക്കെയുള്ള മേഖലയിലുള്ള പല സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ണൂരിൽ ജനകീയത ഉള്ള ഏറ്റവും ജനസ്വീകാര്യതയുള്ള CPM നേതാവ് ആരാണ് എന്നൊരു വോട്ടെടുപ്പ് നടത്തിയാൽ പിണറായി വിജയനും KK ശൈലജയും മത്സരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും KK ശൈലജ തന്നെയായിരിക്കും ജനകീയ സ്വീകാര്യതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. അത് പിണറായി വിജയനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അല്ല, പിണറായി വിജയൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തൻ്റെ ഏകാധിപത്യത്തിന്, തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത്, തൻ്റെ മരുമകൻ്റെ മന്ത്രിസ്ഥാനത്തിന്, നാളെ മരുമകൻ മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സമാകുന്ന ആളുകളെ എല്ലാം സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും വെട്ടിമാറ്റി എന്നുള്ളതാണ്. തോമസ് ഐസക്കിനെ പോലുള്ള
ധനശാസ്ത്ര രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ആള്, ധനകാര്യമന്ത്രിയായി പ്രഗത്ഭനായ ആളെ വെട്ടിമാറ്റിയില്ലേ? AK ബാലനെ വെട്ടിമാറ്റി, അതെ രവീന്ദ്രനെ വെട്ടിമാറ്റി. ഇപ്പൊ രവീന്ദ്രൻ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെയുള്ള പ്രമുഖരെ എല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ട്. തന്റെ ചെൽപ്പടിയിൽ നിൽക്കുന്ന ആളുകളെ മാത്രം വിജയിപ്പിക്കുക, സ്ഥാനാർത്ഥികളാക്കുക എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം വന്നു. മുതിർന്ന നേതാക്കൾ എല്ലാവരും വെട്ടിമാറ്റി. മുതിർന്ന നേതാക്കളെ മാത്രമല്ല, രണ്ടാം നിരയിൽ വരുന്ന ആളുകളെ ഇപ്പം എം.എൻ. ഷംസീർ ആർക്കാണ് പ്രതിയോഗിയാകുന്നത്? പിണറായി വിജയനല്ല. ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആള് വരുമ്പോ മരുമകന് മുഹമ്മദ് റിയാസിന് അത് പ്രതിയോഗിയായി മാറും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തലശ്ശേരിയിൽ നിന്ന് കട്ട് ചെയ്തത് ചെറിയൊരു സംഭവമല്ല. ശരിക്കും ശക്തമായ പിന്തുണയുള്ള ബന്ധങ്ങളുള്ള ഒരാളാണ് ഷംസീർ. ഇ.പി. ജയരാജന്റെ ബന്ധങ്ങളുണ്ട്. അതേപോലെ എം വി ജയരാജന്റെ ബന്ധങ്ങളുണ്ട്. പി ജയരാജനാകട്ടെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും അധികം, വടകര മേഖലയിലെല്ലാം ഏറ്റവും ശക്തമായ ബന്ധമുള്ള ആളാണ്, പിന്തുണയുള്ള ആളാണ്. പിണറായിയേക്കാൾ ശക്തനാണ് കണ്ണൂരില് പി ജയരാജൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെല്ലാം മൂലക്കിരുത്തി താനും തന്റെ മരുമകനും മാത്രം മുന്നോട്ട് വരിക, അവർക്ക് യാതൊരു തടസ്സമുണ്ടാവാതിരിക്കുക എന്നുള്ള തന്ത്രങ്ങളുമായി പുറപ്പെട്ട പിണറായി വിജയന് കണക്കുകൂട്ടാൻ പറ്റാതെ വന്നത് ഇവരുടെ രഹസ്യമായ നീക്കങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യയെ PR ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയ സ്ഥലത്ത് TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി വന്നത്. TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ഗ്രാമങ്ങളിൽ നിന്നാണ് സ്ഥാനാർത്ഥിയായി വന്നത്. 60 വർഷത്തെ പാരമ്പര്യം പാർട്ടിയിൽ ഉണ്ടെന്ന് പറയുന്ന TK ഗോവിന്ദൻ ഇതുവരെ പാർലമെന്ററി വ്യാമോഹം കാണിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും നിൽക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അവരാരും തന്നെ അങ്ങനെയുള്ള ആളുകളായിരുന്നില്ല. പക്ഷേ ഒരാൾ മാത്രം ഏകാധിപതിയെ പോലെ ഒരു പിണറായി വിജയനും മകനും അല്ലെങ്കിൽ ഗോവിന്ദനും ഭാര്യയും എന്നുള്ള നിലയിൽ കുടുംബവാഴ്ച കൊണ്ടുവരികയും പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും എതിരെ പ്രവർത്തനം വന്നപ്പോൾ ഇത് രക്ഷയില്ല, ഇതിനെ തകർക്കേണ്ടതാണ്, ഇത്തവണ CPM വിജയിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ തകർന്നു പോകും എന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഈ ജയരാജന്മാരും അതേപോലെ ഇത്തരത്തിൽ സമാന ചിന്താഗതിയുള്ള ആളുകളും MN ഷംസീറിനെ പോലെ ആളുകൾ രഹസ്യമായി തീരുമാനമെടുക്കുകയും സുധാകരൻ ഈ ഭാഗത്ത് ജില്ലയിൽ എല്ലാ ഭാഗങ്ങളിലും ഇതുണ്ടായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ. സുധാകരനും അതേപോലെ VS അച്യുതാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള അദ്ദേഹത്തിന് സെക്രട്ടറി പ്രവർത്തിച്ചുള്ള സുരേഷും അതുപോലെ ആയിഷ പറ്റിയുള്ള ആളുകൾ, PK ശശി അടക്കമുള്ള ആളുകൾ ഈ ഇലക്ഷന് പരസ്യമായ രംഗത്ത് വരികയും പരസ്യമായി മാർക്സിസ്റ്റ് പാർട്ടിയെ ആ ഇലക്ഷൻ സമയത്ത് വെല്ലുവിളിച്ചുകൊണ്ട് അതുവരെ മിണ്ടാതിരുന്നവർ സ്ഥാനാർത്ഥികളാവുകയും ചെയ്തത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായ പ്രോസസ് അല്ല. VD സതീശന്റെ സംസാരത്തിൽ 1.5 വർഷം മുമ്പ് ഇവരുമായി സംസാരിച്ച് കൃത്യമായി പ്ലാനും പ്രവർത്തനവും തയ്യാറാക്കിയിരുന്നു. അവസാന നിമിഷത്തിൽ പ്രഖ്യാപിച്ചു, വിസ്മയം സൃഷ്ടിച്ചു എന്ന് മാത്രമാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ വർഷങ്ങളായി തന്നെ അവർ പാർട്ടിയിൽ ഈ ഒരു നയത്തോട് അവര് എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണല്ലോ അത് ആ കൃത്യമായിട്ടുള്ള പ്ലാനും പ്രവർത്തനവും നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ അടിത്തട്ട് ഓരോ ഘട്ടങ്ങളിൽ അതിന്റെ ബഹിസ്ഫുരണങ്ങളുണ്ട്. അതാണ് V കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിനെതിരെ നിങ്ങൾ ചോദ്യം ചോദിക്കണം എന്നുള്ള പുസ്തകം ഇറക്കിയത്. അതിന് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ പയ്യന്നൂരെ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങൾ മാത്രമുള്ള പയ്യന്നൂരിൽ ഇത്തരം വലിയ സംഭവം ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ V കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വന്നത്. ആ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. അത്തരം ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും അവർക്ക് വേണ്ട അവിടെ പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ടോ അവരെ സംരക്ഷിക്കാൻ പറ്റില്ല. സംരക്ഷിക്കുന്ന ആരാണ്? കൃത്യമായി പറഞ്ഞാൽ ഈ ജയരാജന്മാരും അതേപോലെ ഈ പറയുന്ന ശൈലജയുടെ പിന്തുണയും അതേപോലെ MN ഷംസീറിന്റെ ഒക്കെ പിന്തുണയാണ്. സ്പീക്കറായി നിന്നിട്ടുള്ള ഷംസീറിന്റെ ഒക്കെ പിന്തുണയാണ്. ഞങ്ങളെ കംപ്ലീറ്റ് വെട്ടിമാറ്റി പിണറായി വിജയൻ മാത്രം പാർട്ടി പിണറായി വിജയനാണ് എന്നുള്ള അത് വേണ്ട, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ പാർട്ടിയെ ഇല്ലാതാകും എന്നുള്ളത് കൃത്യമായി കണക്കൂട്ടിയിട്ടാണ് ഇത്തവണ അത്തരം സമീപനങ്ങൾ ഉണ്ടായത് എന്നാണ് അവിടെ നിന്ന് പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ വഴി, ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ വഴി, അതായത് ഈ 3 നേതാക്കന്മാരുമായിട്ടും ഷംസീറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വഴി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തിരിച്ചടിയുടെ ഭാഗമാണ് നമ്മുടെ MV ജയരാജൻ പറഞ്ഞത്. ധർമ്മടത്ത് പോലും
ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതായത് 50,000 വോട്ടിന് ജയിക്കേണ്ട പിണറായി വിജയൻ ജയിച്ച സ്ഥലത്ത് ഇത്തവണ 1,00,000 വോട്ടിന് ജയിപ്പിക്കും എന്ന് പറഞ്ഞ പിണറായി വിജയൻ നിന്ന് ധർമ്മടത്ത് ഇങ്ങനെ ഒരു സംസാരം അദ്ദേഹം പറയേണ്ടി വന്നു. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ വായിന്ന് ആ വാക്ക് വഴിയില്ല. ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കൊടുക്കാത്ത സന്ദർഭത്തിൽ, MLA സ്ഥാനം കൊടുക്കാത്ത സന്ദർഭത്തിൽ, അതേപോലെ അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത ഉറപ്പെന്താണ്? ഗോവിന്ദൻ സെക്രട്ടറി വരുമ്പോൾ രാജിവെച്ച് അവിടെ മത്സരിക്കാനുള്ള അവസരം കൊടുക്കുമെന്നാണ്. അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തില്ല, മത്സരിക്കാൻ അവസരം കൊടുത്തില്ല. ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോ എന്തായി? അവിടെ ശ്യാമളയെ കൊണ്ട് നിർത്തി. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് TK ഗോവിന്ദനെ അവർ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ഇവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ മത്സരിക്കുകയും ചെയ്തത്. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവരുടെ പിൻബലം പിണറായി വിജയനേക്കാൾ ചിലപ്പോൾ അടിത്തട്ട് വരെ കൃത്യമായി പ്രവർത്തിച്ചുള്ള പരിചയമുള്ള MV ജയരാജനും P ജയരാജനും അതേപോലെ EP ജയരാജനും തളിപ്പറമ്പിന്റെ നാടിമിടി പറയുന്നത് കൊണ്ടായിരിക്കാം അവിടെ വോട്ട് കൃത്യമായി അട്ടിമറിഞ്ഞ് TK ഗോവിന്ദന് പോയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം വ്യക്തമാണല്ലോ, അതായത് ഈ NV ഗോവിന്ദനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കി കൊണ്ടുവരുമ്പോൾ EP ജയരാജനേക്കാൾ വളരെ പാർട്ടിയിൽ ജൂനിയർ ആണല്ലോ MV ഗോവിന്ദൻ. ആ വിഷയം കൂടി അന്ന് നടന്ന യാത്രയിൽ പങ്കെടുക്കാതെ EP ജയരാജൻ മാറി നിന്ന കാര്യം പല സംഭവങ്ങളും ഉണ്ടായല്ലോ, പല സംഭവങ്ങളും ഉണ്ടായി. അത് മാത്രമല്ല, അദ്ദേഹം നേരത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആകേണ്ടതായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തത് പിണറായി വിജയന്റെ സ്വാധീനമാണെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നിടത്ത് ഒപ്പിടുന്ന ആളുകളെ മാത്രം തൻ്റെ പാർശ്വവർത്തികളാക്കി നിർത്തുമ്പോൾ കണ്ണൂരിലുള്ള ഈ ജയരാജന്മാരെയും ഇപ്പം TK ഗോവിന്ദൻ മാഷയും അല്ല എന്നുണ്ടെങ്കിൽ ഷംസീറിനെ എല്ലാം വെട്ടിമാറ്റുമ്പോൾ ഇവരെല്ലാവരും ചേർന്നൊരു അച്ചുതണ്ട് രൂപം കൊണ്ട് 2026 പിണറായി വിജയൻ എന്ന ഏകഛത്രാധിപതി രാജാവ് നഗ്നനാണ് എന്ന് വിരൽ ചൂണ്ടി വിളിച്ചു പറഞ്ഞിരിക്കുകയല്ലേ നടന്നിരിക്കുന്നത്? അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഉള്ള 11 സീറ്റും ചിലപ്പോൾ CPM LDF തോൽക്കാം എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. അതായത് ധർമ്മടത്ത് പോലും സുരക്ഷയില്ല. ധർമ്മടത്ത് മറ്റൊരു വൈരുദ്ധ്യം കൂടി ഉണ്ടായിരുന്നത്, സാധാരണ പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ ഒന്ന് വന്നു പോകുക മാത്രമാണ് അദ്ദേഹം പ്രചരണത്തിൽ ചെയ്യാറുള്ളത്. ഇക്കുറി 4-5 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് റോഡ് ഷോ അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകി അവിടെ നടത്തി എന്ന് പറയുമ്പോൾ ധർമ്മടത്തിൽ പിണറായി വിജയൻ ഭയപ്പാടുണ്ട് എന്ന് എന്റെ മനസ്സിലായി. 41 വണ്ടി കാറുകളുടെ പോലീസ് വാഹനത്തിൽ മാത്രം സഞ്ചരിച്ച് കുറെ കാലമായി ആ സുഖത്തിൽ ജീവിക്കുന്ന ആ ഭ്രമത്തിൽ ജീവിക്കുന്ന പിണറായി വിജയന് താഴേക്ക് ഇറങ്ങേണ്ടി വന്ന ഗതികേട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഗതികേട് എന്ന് പറയുന്നത് അവിടെ വോട്ട് ചോർന്നിരിക്കുന്നു. എല്ലാ മേഖലകളിലും തനിക്കെതിരെ വളരെ ശക്തമായ വികാരമാണുള്ളത്. അവിടെ നേരിട്ടിറങ്ങിയില്ലെങ്കിൽ അത് പരാജയം സംഭവിക്കും എന്ന് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അടിത്തട്ടിലേക്ക് ഇറങ്ങിയത്. അല്ലാതെ അദ്ദേഹം റോഡ് ഷോയിൽ ഒരിക്കലും അത്തരം മുഖം പരസ്യമായ രംഗത്ത് യാത്ര ചെയ്യാറില്ല. അതേ കാറിൽ മിന്നായം പോലെ വരുന്നു മടങ്ങിപ്പോകുന്ന ഒരാളായിരുന്നു. അവിടുത്തെ സാധാരണ പാർട്ടി പ്രവർത്തകരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഏതോ രാജാവ് വരുന്നു, രാജാവ് പോകണു എന്നുള്ളതായിരുന്നു അവിടുത്തെ സ്ഥിതി. ആ രൂപത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അങ്ങനെയുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിന് താഴേക്ക് ഇറങ്ങി പോകേണ്ടി വന്നത്. ഇപ്പൊ നമ്മൾ തളിപ്പറമ്പിലേക്ക് വരുമ്പോൾ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ജയിക്കുന്നു, പുതിയ MLA ആണ് എന്ന് പറയുന്ന ബോർഡുകൾ വരാൻ കാരണം, നിയുക്ത MLA എന്ന് ബോർഡ് വരാൻ കാരണം എന്താണ്? കൃത്യമായി അവിടെ മനസ്സിലാക്കിയിരിക്കുന്നു, അവിടെ ഗോവിന്ദന്റെ ഭാര്യ PR ശ്യാമള തോൽക്കും, കൃത്യമായിട്ട് TK ഗോവിന്ദൻ ജയിക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ബോർഡുകൾ വന്നത്. ഇത് ചെറിയ തോതിലുള്ള അടിയല്ല CPM കിട്ടാൻ പോണത്. ഇത് മുൻകൂട്ടി തന്നെ CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു ബോർഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ജില്ല മാത്രമല്ല കേരളത്തിലുള്ള മൊത്തം സീറ്റുകൾക്കും ബാധകമായ തിരിച്ചടിയായിട്ട് തന്നെ കൊടുത്ത ഒരു മറുപടിയാണ് വലിയ ബോർഡ് വെച്ച് TK ഗോവിന്ദന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് പിണറായി വിജയന് മാത്രമല്ല, ഗോവിന്ദനും ഭാര്യയ്ക്ക് മാത്രമുള്ളതല്ല, കേരളത്തിലെ CPMനുള്ള മുന്നറിയിപ്പായിട്ട് നമുക്ക് കരുതാൻ പറ്റും. സാർ, അതിലിപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിയുക്ത MLA TK ഗോവിന്ദന് അഭിവാദ്യം എന്ന് പറയുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവെ, താങ്കളുടെ ഈ നയങ്ങൾ ഇനി ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കുന്നതല്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു പ്രദർശനം കൂടിയല്ലേ ആ ബോർഡിലൂടെ വിളിച്ചു പറയുന്നത്? അത് തന്നെയാണ് പിണറായി വിജയൻ വരെ എല്ലാവരും നിയന്ത്രിക്കുന്ന അവരുടെ വ്യക്തിപരമായിട്ടുള്ള ധാരാളം ക്രിമിനൽ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പോലീസിന്റെ ഫോൺ ചോർത്തൽ വഴിയും അല്ലാതെയും ശേഖരിച്ച് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഇവരെ നിലനിർത്തുന്നത്. നമുക്കറിയാം,
ഗോവിന്ദൻ എം വി ഗോവിന്ദനെ എങ്ങനെ നിലനിർത്തുന്നത്? എം വി ഗോവിന്ദൻ വിദേശത്ത് പോയപ്പോൾ കള്ളപ്പണ ഇടപാടുകൾ നടത്താൻ വേണ്ടി ലണ്ടനിലും ഓസ്ട്രേലിയയിലും പോയതിന്റെ വ്യക്തമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അതേപോലെ 2 കോടി രൂപ തട്ടിപ്പ് നടത്തിയതിന്റെ മകൻ തട്ടിപ്പ് നടത്തിയതിന്റെ രേഖകളെല്ലാം പിണറായി വിജയന് കൈവശമുണ്ട്. നിരവധി അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ ഇവരെ നിയന്ത്രിക്കുന്നത്. അത്തരം ചില ആളുകൾ ചെന്നൈ പാർട്ടി കോൺഗ്രസിൽ വന്നപ്പോൾ അവിടെ നിന്ന് പ്രതിനിധികളിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. രാജേഷ് കൃഷ്ണ അടക്കമുള്ള ആളുകളുടെ ബന്ധങ്ങളും എല്ലാം ചർച്ചാ വിഷയമായതാണ്. പി ശശിയുമായിട്ടുള്ള രാജേഷ് കൃഷ്ണയുടെ ബന്ധങ്ങളൊക്കെ നമ്മൾ പരസ്യമായി കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ സജീവമായിട്ട് കൃത്യമായിട്ട് രേഖകളുള്ള പിണറായി വിജയൻ ഇവരെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഇലക്ഷൻ വന്നപ്പോൾ ഇനിയും അതിന് വഴങ്ങിക്കൊടുത്താൽ തങ്ങളെ ഉണ്ടാവില്ല, പിണറായി വിജയൻ മാത്രം ഉണ്ടാവും, മരുമോനും ഉണ്ടാവും, കുടുംബവും ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയായി മാറുന്നു എന്ന് മനസ്സിലാക്കിയത് കൂടിയിട്ടാണ് ശക്തമായ രൂപത്തിൽ അവർ രഹസ്യമായി ഈ തിരിച്ചടിക്ക് തയ്യാറായത്. അങ്ങനെ തിരിച്ചടിച്ചില്ലെങ്കിൽ ഈ പാർട്ടിയെ നിലനിൽക്കില്ല എന്ന് അവർ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് പിണറായി വിജയനെ വെട്ടിമാറ്റുക. പിണറായി വേണ്ടിയും കുടുംബത്തെയും പൂർണ്ണമായും മാർക്സിസ്റ്റ് പാർട്ടിയിൽ വെട്ടിമാറ്റിയാലേ ഈ പാർട്ടി നിലനിൽക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അതായത് ക്രൈം തുടങ്ങി വെച്ച 2005 ഫെബ്രുവരി മാസത്തിൽ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരനാണെന്നും അദ്ദേഹം അന്തകനാണെന്നും കേരളത്തിലെ CPM അന്തകനാണെന്നും പറഞ്ഞുകൊണ്ട് ക്രൈം പ്രസിദ്ധീകരിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് പാർട്ടിയിലെ പ്രമുഖരായ ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ അവരെന്നെ മുൻകൈയെടുത്ത് രഹസ്യ നീക്കങ്ങളിലൂടെ അദ്ദേഹത്തെ എല്ലാ തരത്തിലും ഒതുക്കാനുള്ള, വെട്ടിമാറ്റാനുള്ള, തോൽപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. അന്ന് ക്രൈം പറഞ്ഞു, ഇന്നിപ്പോൾ അവർ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇതിലൊരു ദയനീയമായ ഒരു സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ വിമത സ്ഥാനാർത്ഥികളായ G സുധാകരനും TK ഗോവിന്ദനും PK ശശിയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ പിണറായി വിജയന് പടിയിറങ്ങാൻ CPM-കാർ തന്നെ ഒരു ചെണ്ടകൊട്ടി ഘോഷയാത്ര നടത്തുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറില്ലേ? അല്ല, പാർട്ടിയിൽ തന്നെ വലിയ തോതിൽ അദ്ദേഹത്തിന് എതിരാളികൾ ഉണ്ടെന്നതിരിക്കെ ഇതിന്റെ ആഘോഷം നടത്തുന്നത് ഇവർ തന്നെയായിരിക്കും. ഇവര് പരാജയപ്പെട്ടാൽ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നേതാക്കന്മാരുടെ അനുഗ്രഹ ആശംസകളുടെ അണികളായിരിക്കും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് KK രമ നാളെ ഒരു മന്ത്രിയായി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയന്റെ സ്ഥിതി എന്തായിരിക്കും? തോറ്റു തൊപ്പിയിട്ട് ധർമ്മടത്തുനിന്ന് അദ്ദേഹം നേരെ അമേരിക്കയിലേക്ക് പോവുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് കഴിയുന്ന കാര്യം ഉണ്ടാവുള്ളൂ. കാരണം അത്രയ്ക്കും വലിയ ദയനീയമായ തിരിച്ചടികളാണ് അദ്ദേഹത്തിന് വരുന്നത് എന്നുള്ള വാർത്തകളാണ് കണ്ണൂരിലെ CPM കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. സാർ, ഇനിയിപ്പോ നമ്മുടെ അമ്പലപ്പുഴയിലും കൊട്ടാരക്കരയിലും ഒറ്റപ്പാലത്തും എല്ലാം നിയുക്ത MLA-മാർക്ക് അഭിവാദ്യം എന്ന് പറഞ്ഞ് CPM-ന്റെ പുതിയ ഫ്ലക്സുകൾ വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റും. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം ശക്തമായ പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചത്. ശക്തമായ അടിയൊഴുക്കുണ്ടായിട്ടുണ്ട്. ശക്തമായ പിണറായി വിരുദ്ധ, ഭരണവിരുദ്ധ വികാരത്തെക്കാൾ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ, പിണറായി വിജയന്റെ കൈവശമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ ഉള്ളത്, കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത്. അതേപോലെ പുറമെ വരുന്ന എല്ലാ പാർട്ടികളുടെയും കണക്കുകൂട്ടലിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും വൻ അട്ടിമറി നടക്കും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഈ ഫ്ലക്സ് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അതിന്റെ തുടക്കം ആയിട്ട് കാണുക, അത് വ്യാപകമായ രൂപത്തിൽ അത് കേരളത്തിൽ കത്തിപ്പടരും എന്നുള്ള കാര്യത്തിൽ സംശയം. എന്തായാലും മെയ് 4-ാം തീയതി വരെ നമുക്കത് കാത്തിരിക്കാം, കണ്ടറിയാം. നന്ദി, നമസ്കാരം.